ഹായ് ഓൾ, ഞാനിന്നിവിടെ എടുക്കാൻ പോകുന്ന ടോപ്പിക്കാണ് എലമെൻറ്റ്സ് ഓഫ് കോസ്റ്റ്. In order to interpret the term cost correctly and to ascertain cost with respect to the cost centers, the cost attached with the manufacturing process may be subdivided known as elements of cost. Elements of cost എന്ന് പറഞ്ഞാൽ കോസ്റ്റ് അസർട്ടൈൻ ചെയ്യാൻ വേണ്ടി ഒരു മാനുഫാക്ചറിംഗ് പ്രോസസ്സിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന കോസ്റ്റിനെ നമ്മൾ ഡിവൈഡ് ചെയ്യും. ആ ഡിവിഷനെയാണ് എലമെൻറ്റ്സ് ഓഫ് കോസ്റ്റ് എന്ന് പറയുന്നത്. എലമെൻറ്റ്സ് ഓഫ് കോസ്റ്റിനെ മൂന്നായിട്ട് തരംതിരിക്കാം: മെറ്റീരിയൽ, ലേബർ ആൻഡ് എക്സ്പെൻസസ്. ഇനി ഇതിലെ ഓരോ കോമ്പോണൻസിനെയും രണ്ട് പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു: ഡയറക്റ്റ് പോർഷൻസ് ആൻഡ് ഇൻഡയറക്റ്റ് പോർഷൻസ്. ഇതിലെ ഡയറക്റ്റ് പോർഷൻസിനെ കംപ്ലീറ്റ് ആയിട്ട് പറയുന്ന പേരാണ് പ്രൈം കോസ്റ്റ്. അതേപോലെ ഇതിലെ ഇൻഡയറക്റ്റ് പോർഷൻസിനെ കംപ്ലീറ്റ് ആയിട്ട് പറയുന്ന പേരാണ് ഓവർ ഹെഡ്സ്. നെക്സ്റ്റ് പറയുന്നത് മെറ്റീരിയൽ കോസ്റ്റ്. കോസ്റ്റ് ഓഫ് മെറ്റീരിയൽസ് യൂസ്ഡ് ഫോർ ദ മാനുഫാക്ചർ ഓഫ് എ പ്രൊഡക്റ്റ്, എ പെർട്ടിക്കുലർ വർക്ക് ഓർഡർ ഓർ എ പ്രൊവിഷൻ ഓഫ് എ സർവീസ്. ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽ ആണ്. എന്ത് ഉപയോഗിച്ചാണോ പ്രൊഡക്ഷൻ നടത്തുന്നത് അതിനെയാണ് മെറ്റീരിയൽ എന്ന് പറയുന്നത്. ഉദാഹരണം, ഡ്രസ് മേക്കിംഗ് ആണെങ്കിൽ ക്ലോത്ത് എന്ന് പറയുന്നത് മെറ്റീരിയൽ ആണ്. ആ ക്ലോത്ത് പർച്ചേസ് ചെയ്യാൻ വരുന്ന കോസ്റ്റിനെയാണ് മെറ്റീരിയൽ കോസ്റ്റ് എന്ന് പറയുന്നത്. മെറ്റീരിയൽ കോസ്റ്റിനെ രണ്ടായി ഡിവൈഡ് ചെയ്തിരിക്കുന്നു: ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ്. ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ്: all raw materials either purchased from outside or manufactured in-house. ഡയറക്റ്റ്ലി ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന എമൗണ്ട് ഓഫ് മെറ്റീരിയൽ കോസ്റ്റിനെയാണ് ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ, ലെതർ ഇൻ ഷൂസ് ആൻഡ് ക്ലേ ഇൻ റിങ്സ്. ഇൻഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ്: മെറ്റീരിയൽ which cannot be identified with the individual cost center, assists the manufacturing process and does not become an integral part of finished goods. ഡയറക്റ്റ്ലി ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാത്ത മെറ്റീരിയൽ കോസ്റ്റിനെയാണ് ഇൻഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ, കോട്ടൺ വേസ്റ്റ്, ഓയിൽസ് ആൻഡ് സ്റ്റേഷനറി മെറ്റീരിയൽസ്. നെക്സ്റ്റ്, ലേബർ കോസ്റ്റ്. The cost of labor is the sum of all wages paid to employees as well as the cost of employees' benefit and payroll taxes paid by an employer. എംപ്ലോയർ എംപ്ലോയിക്ക് കൊടുക്കുന്ന റെമ്യൂണറേഷനെയാണ് ലേബർ കോസ്റ്റ് എന്ന് പറയുന്നത്. ആ റെമ്യൂണറേഷൻ വേജസ് ആയിരിക്കാം അല്ലെങ്കിൽ സാലറി ആയിരിക്കാം. ലേബർ കോസ്റ്റിനെ രണ്ടായി ഡിവൈഡ് ചെയ്തിരിക്കുന്നു: ഡയറക്റ്റ് ലേബർ കോസ്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് ലേബർ കോസ്റ്റ്. ഡയറക്റ്റ് ലേബർ കോസ്റ്റ് identified with the individual cost center and is incurred for those employees who are engaged in the manufacturing process. ഒരു പ്രൊഡക്ഷൻ പ്രോസസ്സിനകത്ത് വരുന്ന ഏത് ലേബറാണ് ഡയറക്റ്റ്ലി അതിനകത്ത് ഇൻവോൾവ് ചെയ്തതെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ഡയറക്റ്റ് ലേബറാണ്. നെക്സ്റ്റ്, ഇൻഡയറക്റ്റ് ലേബർ കോസ്റ്റ്. കോസ്റ്റ് which cannot be identified with the individual cost center and is incurred for those employees who are not engaged in the manufacturing process but only assist. ഒരു പ്രൊഡക്ഷൻ പ്രോസസ്സിനകത്ത് വരുന്ന ഏത് ലേബറാണ് ഡയറക്റ്റ്ലി അതിനകത്ത് ഇൻവോൾവ് ചെയ്തതെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അത് ഇൻഡയറക്റ്റ് ലേബറാണ്. പ്രൊഡക്ഷനിൽ ഡയറക്റ്റ്ലി എൻഗേജ് ചെയ്യാത്ത ലേബേഴ്സിനെയാണ് ഇൻഡയറക്റ്റ് ലേബർ എന്ന് പറയുന്നത്. എക്സാമ്പിൾ, ഫോർമാൻ, സ്റ്റോർ കീപ്പർ, സൂപ്പർവൈസർ ആൻഡ് വാച്ച്മാൻ. നെക്സ്റ്റ്, എക്സ്പെൻസ്. Expense is defined as money expended or cost incurred in a firm's efforts to generate revenue, representing cost of doing business. They may be in the form of actual cash payments, a computed expired portion of an asset, or an amount taken out of the firm's earnings. Whereas all expenses are cost, not all costs are expenses. മെറ്റീരിയലുമല്ല ലേബറും അല്ലാതെ വരുന്ന കോസ്റ്റുകളെയാണ് എക്സ്പെൻസ് എന്ന് പറയുന്നത്. എക്സ്പെൻസിൽ ആക്ച്വൽ ക്യാഷ് പേയ്മെൻറ്റും ഉണ്ടാവും അല്ലെങ്കിൽ നോൺ ക്യാഷ് പേയ്മെൻറ്റുകളും ഉണ്ടാവും. ഡിപ്രിസിയേഷൻ എന്ന് പറയുന്നത് നോൺ ക്യാഷ് പേയ്മെൻ്റ് ആണ്. എക്സ്പെൻസിനെയും രണ്ടായി ഡിവൈഡ് ചെയ്തിരിക്കുന്നു: ഡയറക്റ്റ് എക്സ്പെൻസ് കോസ്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് കോസ്റ്റ്. ഡയറക്റ്റ് എക്സ്പെൻസ് കോസ്റ്റ്: expenses identified by individual cost centers, higher charges of machinery equipment for particular job, cost of defective work. ഒരു പെർട്ടിക്കുലർ ജോബ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനെ ഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറയുന്നു. നെക്സ്റ്റ്, ഇൻഡയറക്റ്റ് എക്സ്പെൻസ് കോസ്റ്റ്. എക്സ്പെൻസസ് വിച്ച് കനോട്ട് ബി ഐഡൻറ്റിഫൈ ബൈ ഇൻഡിവിജ്വൽ കോസ്റ്റ് സെൻറ്റേഴ്സ്. ഡയറക്റ്റ്ലി നമുക്ക് അതിൻ്റെ ആ ഒരു പെർട്ടിക്കുലർ എക്സ്പെൻസ് എത്രയെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. ഇതിനെ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറയുന്നു. എക്സാമ്പിൾ, റെൻറ്റ്, ടെലിഫോൺ എക്സ്പെൻസ് ആൻഡ് ഇൻഷുറൻസ്. നെക്സ്റ്റ്, ഓവർ ഹെഡ്. It is the combination of all indirect materials, indirect labor and indirect expenses.
ഓരോ എലമെൻസിനെയും ഡയറക്റ്റ് പോർഷൻ എന്നും ഇൻഡയറക്റ്റ് പോർഷൻ എന്നും ഡിവൈഡ് ചെയ്തിരിക്കുന്നു. ഇതിലെ ഇൻഡയറക്റ്റ് പോർഷൻസിനെ പറയുന്ന പേരാണ് ഓവർഹെഡ്. ഓവർഹെഡിനെ 4 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. ഫസ്റ്റ് വൺ, ഫാക്ടറി ഓർ വർക്ക് ഓവർഹെഡ്. It is otherwise called production overhead or works overhead. It refers to the expenses that are incurred in the production place or within factory premises. ഫാക്ടറി ഓവർഹെഡ് എന്ന് പറഞ്ഞാൽ പ്രൊഡക്ഷൻ പേർപ്പസിൽ വരുന്ന ഇൻഡയറക്റ്റ് എക്സ്പെൻസുകളെയാണ് ഫാക്ടറി ഓവർഹെഡ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ, ഇൻഡയറക്റ്റ് മെറ്റീരിയൽ, റെന്റ്, റേറ്റ്സ് ആൻഡ് ടാക്സസ് ഓഫ് ഫാക്ടറി. സെക്കൻഡ് വൺ, അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ്. It is otherwise called office overhead. It refers to the expenses that are incurred in connection with the general administration of the company. കമ്പനിയുടെ ജനറൽ അഡ്മിനിസ്ട്രേഷനുമായി റിലേറ്റ് ചെയ്യുന്ന ഇൻഡയറക്റ്റ് എക്സ്പെൻസുകളെ പറയുന്ന പേരാണ് അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ്. എക്സാമ്പിൾ, സാലറി ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫ്, പോസ്റ്റേജ്, ടെലിഗ്രാം ആൻഡ് ടെലിഫോൺ. Third, selling overhead. It refers to all expenses incurred in connection with sales. സെയിൽസുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന ഇൻഡയറക്റ്റ് എക്സ്പെൻസുകളെയാണ് നമ്മൾ സെല്ലിംഗ് ഓവർഹെഡ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ, സാലറി ഓഫ് സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റാഫ്, ട്രാവലേഴ്സ് കമ്മീഷൻ ആൻഡ് അഡ്വർടൈസ്മെൻറ്റ്. ലാസ്റ്റ് വൺ, distribution overhead. It refers to all expenses incurred in connection with the delivery or distribution of goods and service from the producer to the consumer. പ്രൊഡ്യൂസറുടെ കയ്യിൽ നിന്നും ഗുഡ്സ് കൺസ്യൂമറിലേക്ക് എത്തുന്നത് വരെ വരുന്ന ഇൻഡയറക്റ്റ് എക്സ്പെൻസുകളെയാണ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ് എന്ന് പറയുന്നത്. ഉദാഹരണം, ഡെലിവറി മാൻ എക്സ്പെൻസസ്, ലോഡിംഗ് ആൻഡ് അൺലോഡിംഗ്, കസ്റ്റംസ് ഡ്യൂട്ടീസ് ആൻഡ് സാലറി ഓഫ് ഡെലിവറി മാൻ.